ഏറെ ആഗ്രഹത്തോടെ കാത്തിരുന്ന മാരിവില്ലി ഗോപുരങ്ങൾ മൂവി ക്രൂ നമ്മളോടൊപ്പം ഇന്ന് ലോ കോളേജിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ദ്രജിത് സുകുമാരനെ നായകനാക്കി അരുൺ ബോസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മാരിവില്ലി ഗോപുരങ്ങൾ. ശ്രുതി രാമചന്ദ്രൻ, സർജാനോ ഖാലിദ്, വിൻസി അലോഷ്യസ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ. നോൺസെൻസ്, ജൂൺ, ഹായ് ഹലോ കാതൽ, ആദിരാത്രി, ക്യൂൻ, ബിഗ് ബ്രദർ, കോബ്ര, 4 ഇയേഴ്സ് എന്നിവർ തുടങ്ങിയ പ്രശസ്തമായ സിനിമകളിൽ അഭിനയിച്ച് ഇപ്പോൾ മാരിവില്ലി ഗോപുരങ്ങൾ എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രമായി നിൽക്കുന്ന സർജാനോ ഖാലിദ് ഇന്ന് നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ, പ്രേതം, സൺഡേ ഹോളിഡേ, ചാണക്യതന്ത്രം, നോൺസെൻസ്, ഡിയർ കൊമ്രേഡ്, അന്വേഷണം, കാണെ കാണെ, മധുരം, പാച്ചുവും അത്ഭുത വിളക്കും, നീരജ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ച ശ്രുതി രാമചന്ദ്രൻ. നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. എ ബിഗ് അപ്ലോസ്. വെൽക്കം ഏറ്റവും സ്നേഹത്തോടും സന്തോഷത്തോടും ആദരവോടും ബഹുമാനത്തോടും കൂടെ മാരിവില്ലി ഗോപുരങ്ങൾ മൂവിക്രൂവിനെ ലോ കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിനയത്തോടും ബഹുമാനത്തോടും ആദരവോടും കൂടെ മൂവി ക്രൂവിനെ ലോ കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് സന്തോഷം. ഒരു വലിയ കൈയടി. അങ്ങനെ നമ്മുടെ കോളേജ് യൂണിയൻ 2023-2024 ആർട്സ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് മാരിവില്ലി ഗോപുരങ്ങൾ മൂവി ക്രൂവിനെ ലോ കോളേജിൽ കൊണ്ടുവരുവാനും അവരെ നേരിട്ട് കാണാനും അവരോട് കുറച്ചു നേരം അവരോടൊപ്പം സംസാരിക്കാനും ഒക്കെ നമുക്കൊരു അവസരം ഉണ്ടായിരിക്കുകയാണ്. ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്ന കോളേജ് യൂണിയനോടുള്ള നന്ദി ആദ്യം തന്നെ അറിയിക്കുന്നു. അപ്പം ഇനി നമുക്ക് ഞാൻ കൂടുതൽ അങ്ങനെ വലിച്ചു നീട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇവരെ നമുക്ക് എല്ലാം അറിയാം. എല്ലാവർക്കും അറിയില്ലേ? അറിയില്ലേ? അറിയാം. ഓക്കെ. അപ്പൊ നമ്മുടെ മാരിവില്ലി ഗോപുരങ്ങൾ എന്ന് പറയുന്ന മൂവി ഇന്ദ്രജിത് സുകുമാരനെ നായകനാക്കി അരുൺ ബോസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. ശ്രുതി രാമചന്ദ്രൻ, സർജാനോ ഖാലിദ്, വിൻസി അലോഷ്യസ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങൾ. അപ്പം നമ്മളോടൊപ്പം ഇപ്പൊ ഇവിടെ ശ്രുതി രാമചന്ദ്രൻ മാം ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ, പ്രേതം, സൺഡേ ഹോളിഡേ, ചാണക്യതന്ത്രം, നോൺസെൻസ്, ഡിയർ കൊമ്രേഡ്, അന്വേഷണം, കാണെ കാണെ, മധുരം, പാച്ചുവും അത്ഭുത വിളക്കും, നീരജ തുടങ്ങിയ ഒട്ടേറെ സിനിമകളിൽ അഭിനയിച്ച് ഇപ്പോൾ മാരിവില്ലി ഗോപുരങ്ങളിലും ഒരു പ്രധാനപ്പെട്ട വേഷം തന്നെ ചെയ്യുന്നു. ഏറ്റവും സ്നേഹത്തോടെ മാമിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സർജാനോ ഖാലിദ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ എല്ലാവരുടെയും മനം കവർന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു പുതുമുഖ നായകനാണ്. അപ്പം നോൺസെൻസ്, ജൂൺ, ഹായ് ഹലോ കാതൽ, ആദിരാത്രി, ക്യൂൻ, ബിഗ് ബ്രദർ, കോബ്ര, 4 ഇയേഴ്സ് എന്നിവർ തുടങ്ങിയ ഒട്ടേറെ സിനിമകളിൽ അഭിനയിച്ച് ഇപ്പൊ മാരിവില്ലി ഗോപുരങ്ങളിലും ഒരു പ്രധാന വേഷം ചെയ്യുന്നു. സാറിനെ ഏറ്റവും ബഹുമാനത്തോടും സ്നേഹത്തോടും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മളോടൊപ്പം ഇവിടെ ഈ ചിത്രത്തിന്റെ ഡയറക്ടർ അരുൺ ബോസ് എത്തിച്ചേർന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ ഡയറക്ടറാണ്. മാരിവില്ലി ഗോപുരങ്ങൾ ഡയറക്ട് ചെയ്യുന്ന ആളാണ്. ഇപ്പം ഏറ്റവും സ്നേഹത്തോടും ആദരവോടും വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ ഈ ചിത്രത്തിന്റെ റൈറ്റർ പ്രമോദ് മോഹൻ സാർ നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറ്റവും ബഹുമാനത്തോടും ആദരവോടും സാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഒപ്പം നമ്മുടെ ബാലതാരം വാസിഷ്ഠ് ഉമേഷ്, ആളെല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയില്ലേ? ഞാൻ പറയുന്നില്ല. ആരാ ഇത്? ആരാ? ഏതാ മൂവി? ഏതാ? ഓക്കെ. മിന്നൽ മുരളി എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്ക് ഏവർക്കും ഏറ്റവും പ്രിയങ്കരനായ വാസിഷ്ഠ് ഉമേഷ് ഏറ്റവും സ്നേഹത്തോടും ബഹുമാനത്തോടും ലോ കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസാരിക്കുന്നതിന് വേണ്ടി കോളേജ് ചെയർപേഴ്സൺ ഈസ ഫർഹാനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. എന്റെ ആദ്യത്തെ ചിത്രം ലൂക്കയാണ്. 2019 ചിത്രമാണ്. അതിനുശേഷം ഇപ്പോഴാണ് അടുത്തൊരു പടം തിയേറ്ററിലെത്തുന്നത്. ഡോക്ടർമാരോടും വക്കീലന്മാരോടും കള്ളം പറയുന്നതല്ലേ, അവിടെ എല്ലാം സത്യമായിട്ട് പറയാം. ലൂക്കയ്ക്ക് ശേഷം ലൂക്ക ഒരു ഇമോഷണൽ ഡ്രാമയായിരുന്നെങ്കിൽ ലൂക്കയ്ക്ക് ശേഷം ഒരു ഫൺ ഫാമിലി എന്റർടൈൻമെന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, നമുക്ക് എവിടെ നിന്നും കണ്ട് എവിടെ നിന്ന് അവസാനിപ്പിക്കാൻ പറ്റുന്ന, എല്ലാവരും ഹാപ്പി ആക്കുന്ന ഒരു ചിത്രം ചെയ്യണം തന്നെയായിരുന്നു ആഗ്രഹം. അങ്ങനെ ഒരു ഡിറ്റർമിനേഷനോടുകൂടി തുടങ്ങി ഇപ്പം അങ്ങനെ ഒരു ചിത്രത്തിൽ എത്തി നിൽക്കുകയാണ്. പ്രമോദ് മോഹനാണ് തിരക്കഥാകൃത്ത്. ഇന്ദ്രജിത് സുകുമാരൻ, ശ്രുതി രാമചന്ദ്രൻ, വിൻസി അലോഷ്യസ്, സർജാനോ ഖാലിദ്, അതുകൂടാതെ നമ്മുടെ വസിഷ്ഠ, ഇവരാണ് മെയിൻ കഥാപാത്രങ്ങൾ ചെയ്യുന്നത്. അപ്പൊ എത്രയധികം സന്തോഷത്തോടെ ഇത്രയും ഹാപ്പി ഫേസസിന് മുന്നിൽ ഞങ്ങളുടെ ആദ്യത്തെ കോളേജ് വിസിറ്റ് ആണ്. ഞങ്ങൾ ഇതിനും ഒരു കോളേജിൽ പോയിട്ടില്ല.
നിങ്ങൾ തിയേറ്ററിൽ പോയി അടിച്ചു പൊളിക്കാനുള്ള, സന്തോഷത്തോടെ ചിരിക്കാനുള്ള, അതോടൊപ്പം കുറെ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്ന ഒരു ഫൺ ഫാമിലി എന്റർടൈനർ ആണ് ഇത്. കോക്കസ് ഫിലിംസിന്റെ ബാനറിൽ അറിയാം. കോക്കസിന്റെ പടങ്ങൾ സമരൻ ബത്ലെ, ദേവദൂതൻ, ഇത്രയധികം പ്രസക്തമായ എന്റർടൈനേഴ്സ് തമ്മിലുള്ള, അതോടൊപ്പം തന്നെ കോക്കസിന്റെ മ്യൂസിക്കലാണ്. സോ മാരിവില്യൻ ഗോപുരങ്ങളിൽ ഞങ്ങളോടൊപ്പം വിദ്യാസാഗറാണ് ഉള്ളത്. വിദ്യാജിയുടെ 6 പാട്ടുകൾ ഇൻക്ലൂഡിംഗ് മാരിവില്യൻ ഗോപുരങ്ങളുടെ ഒരു വേർഷൻ, ഇതാണ് ഞങ്ങൾ ഈ സിനിമയുടെ ടോട്ടൽ പാക്കേജിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കുറേയധികം സർപ്രൈസുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള സിനിമയാണ്. ബാക്കി നിങ്ങൾ തിയേറ്ററിൽ കാണുക. വളരെ ഉടനെ തന്നെ നിങ്ങൾ തിയേറ്ററിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പൊ അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ താങ്ക് യു സോ മച്ച്. ലൂക്കെ സപ്പോർട്ട് ചെയ്തതുപോലെ, ഇവരുടെ ഓരോരുത്തരെയും മറ്റു സിനിമകളെ സപ്പോർട്ട് ചെയ്തതുപോലെ നിങ്ങൾ വന്ന് ഗംഭീര ഒരു പ്ലാൻ ചെയ്യുക. താങ്ക് യു. ഞാൻ ശ്രുതിക്ക് കൊടുക്കുകയാണ്. ശ്രുതി ഇപ്പോൾ നമ്മുടെ മലയാളികളുടെ എല്ലാം മനസ്സ് കവർന്നുകൊണ്ടിരിക്കുന്ന അറിയപ്പെടുന്ന ഒരു നായികയാണ്. ഒരു വലിയ റേഡിയോയുടെ നമുക്ക് സ്വാഗതം ചെയ്യാം. Thank you everybody. അടിപൊളി എനർജി ആണോ, അടിപൊളി. I didn't expect this much energy from this group. ഇത്രയും ചെറിയൊരു ഗ്രൂപ്പാണെന്ന് വിചാരിച്ചു, പക്ഷെ എനർജി അടിപൊളി. അപ്പോ അരുൺ പറഞ്ഞ മാതിരി തന്നെ മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞ നമ്മുടെ സിനിമ ഒരു സെലിബ്രേഷൻ ആണ്. സെലിബ്രേഷൻ ഓഫ് ലവ്, ഓഫ് റിലേഷൻഷിപ്സ്. നമ്മൾ ഒരുപാട്, പൊതുവെ നമ്മൾ പറയാറുള്ള കാര്യമാണ്, ഒരുപാട് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത സിനിമ എന്നൊക്കെ. ബട്ട് ഇതിലും ഞാൻ അതേ സെന്റൻസ് ആണ് വീണ്ടും പറയാൻ പോകുന്നത്. ബിക്കോസ് അതല്ലാതെ ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് ടു സേ. കാരണം ശരിക്കും എൻജോയ് ചെയ്തു. ഇത് ഇന്ദ്രജിത്ത്, വിൻസി, സർജാനു, ഞാൻ, നമ്മൾ 4 പേരുടെ ഒരു റിലേഷൻഷിപ്പ് പറയണ ഒരു കഥ. അതിലേക്ക് വസിഷ്ഠ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ കൊണ്ടുവരുന്ന ചില പ്രോബ്ലംസ് ആണോ എന്താണെന്ന് എനിക്കറിയില്ല. ബട്ട് ഹിസ് ഹ്യൂമർ, പിന്നെ നമ്മൾ കൂടാതെ ഇതില് ബിന്ദു ചേച്ചി, സായ്കുമാർ സർ, സലീം കുമാർ സർ, അങ്ങനെ ഒരു അടിപൊളി കാസ്റ്റ് തന്നെ ഉണ്ട്. സോ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി എ ഫൺ റൈഡ്. ലൈക്ക് നമുക്ക് എല്ലാം മറന്ന് പോയി എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന് തോന്നുന്നു. ആൻഡ് ഓഫ് കോഴ്സ് അടിപൊളി പാട്ടുകളുണ്ട്. ഐ ഹോപ്പ് നിങ്ങൾ എല്ലാവരും അറ്റ്ലീസ്റ്റ് 1-2 പാട്ടുകൾ കേട്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. നമ്മളൊരു 3 പാട്ടുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വിദ്യാജീന്റെ പാട്ടുകളാണ്. ആൻഡ് നമ്മള് സെറ്റില് എത്രമാത്രം എൻജോയ് ചെയ്തു അതൊക്കെ സിനിമയിൽ ട്രാൻസ്ലേറ്റ് ആവും എന്നാണ് എന്റെ ഒരു വിശ്വാസം. കോക്കേഴ്സ് പ്രൊഡക്ഷൻസിന്റെ അടുത്ത സിനിമയുടെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. അപ്പൊ താങ്ക് യു. ആൻഡ് ലോ കോളേജില് താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഈ കോളേജ് യൂണിയൻ ആർട്സ് ഫെസ്റ്റിവലില് നമുക്ക് ഒരു ചെറിയ സ്പേസ് തന്നിട്ട്, അരുൺ പറഞ്ഞ മാതിരി ഇത് നമ്മുടെ ഫസ്റ്റ് കോളേജ് ഇവന്റ് ആണ്. ആൻഡ് ഐ ഡോണ്ട് നോ എനി ബെറ്റർ പ്ലേസ് ടു സ്റ്റാർട്ട് ഇറ്റ് ഓഫ് വിത്ത്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ട് ശ്രുതി മാമിന്റെ അടുത്ത്? ആർക്കെങ്കിലും ചോദിക്കാനില്ല? സ്കിൻ കെയർ റൂട്ടീൻ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞു തരാം. ഓക്കെ, അത് പിന്നെ പറയുള്ളൂ. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആസിഫ് അലീനെ എന്തിനാ തേച്ചോ? അതൊക്കെ കഴിഞ്ഞില്ലേ പടി. ആസിഫ് മൂവ്ഡ് ഓൺ, ഞാൻ മൂവ്ഡ് ഓൺ. ഞാൻ ചെയ്തു. ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കാനില്ല? എന്നാൽ നമുക്ക് അടുത്തയാളെ വെൽക്കം ചെയ്യാം. സർജാനോ ഖാലിദ് ഏറ്റവും ബഹുമാനത്തോടും സ്നേഹത്തോടും സ്വാഗതം ചെയ്യുന്നു. ഹലോ, താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ ഇത്രയും വെയിലത്ത് ഇവിടെ ഇരുന്ന് ഞങ്ങളെ സഹിക്കുന്നതിന് താങ്ക് യു സോ മച്ച്. വെരി സ്വീറ്റ് ഓഫ് യു. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇത് ഞങ്ങളുടെ ഫസ്റ്റ് കോളേജ് പ്രൊമോഷൻ ആണ്. ഞാൻ സിനിമയിൽ ആദ്യം ഫസ്റ്റ് എന്റെ സിനിമ ജൂൺ ആണ്. അതിൽ എനിക്ക് ഭയങ്കര അപ്രിസിയേഷൻ കിട്ടി. ജൂൺ കാരണമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ജൂണിന്റെ ഫസ്റ്റ് പ്രൊമോഷൻ ഇവിടെ വെച്ചായിരുന്നു. ഇവിടെ നിന്നാണ് തുടങ്ങിയത്. So I'm very happy to be here on the same stage. And like Shruti Chechi said, പറഞ്ഞ പോലെ തന്നെ cinema is fun packed ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ആൻഡ് ഓൾസോ ശ്രുതി ചേച്ചി പറഞ്ഞ പോലെ തന്നെ എനിക്കും ഈ സിനിമയെ പറ്റി പറയാനുള്ളത്,
ഞാൻ ജെനുവൻലി ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തൊരു സിനിമയാണ്. എനിക്ക് തോന്നുന്നത് ഈ സിനിമ ഈ സിനിമ മൊത്തം ഫണ്ണും ഫാമിലിയും റിലേഷൻഷിപ്പ് ഒക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സെറ്റിലും ആ ഒരു എനർജി ആയിരുന്നു മൊത്തത്തിൽ ഭയങ്കര പോസിറ്റീവ്. എനിക്ക് എല്ലാ ദിവസവും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു ഷൂട്ടിൽ പോകാൻ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഷെഫിന്റെ റോൾ ചെയ്യുന്നത്. മൊത്തത്തിൽ ഇത് ഭയങ്കര ഒരു പുതുമേറിയ ഒരു സിനിമയാണ് എനിക്കും. അപ്പം നിങ്ങൾ എല്ലാവരും ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വലിയ പരിപാടികളൊന്നും ഇല്ല. ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് കോമഡി ഒക്കെ ആസ്വദിച്ചുകൊണ്ട് കാണാൻ പറ്റിയൊരു സിനിമയാണ്. സോ താങ്ക് യു സോ മച്ച്. ഇത്ര എനിക്ക് പറയാം. അപ്പം ഇനി അങ്ങോട്ട് ഒരുപാട് സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ, ഒരുപാട് നല്ല നല്ല സിനിമകൾ. അതെല്ലാം ലോ കോളേജിൽ തന്നെ വന്ന് ആദ്യം അതിനെപ്പറ്റി പറയാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഞങ്ങളോടൊപ്പം വന്നതിൽ ഒരുപാട് സന്തോഷം. ഇനി നമുക്ക് നമ്മുടെ ബാലതാരത്തെ വിളിച്ചാലോ? മിന്നൽ മുരളി എന്ന സിനിമയിലൂടെ മലയാളികളുടെ ഏറ്റവും പ്രിയങ്കരനായ വാസിഷ്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ സിനിമ മാർവില്യൻ ഗോപുരങ്ങള് എല്ലാരും പോയി കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതെനിക്ക് നല്ലൊരു അനുഭവമായിരുന്നു ഈ സിനിമ. ഇത്രയും നല്ലൊരു ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ എനിക്ക് ഈ സിനിമയിൽ ഡാൻസ് ഉണ്ട്, സ്റ്റണ്ട് ഉണ്ട്, ഒക്കെ കൂടി അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാ പ്രായക്കാർക്കും ഇഷ്ടമുള്ള ഒരു സിനിമ തന്നെയാണ് മാർവില്യൻ ഗോപുരങ്ങൾ. അരുൺമാമ പറഞ്ഞതല്ല, ഞാൻ സ്വയം പറയുന്നതാണ്. പിന്നെ നല്ല കോളേജാണിത്, എനിക്ക് നല്ല ഇഷ്ടമായി. ഒരു പാട്ട് പാടാം. പാട്ട് ഡാൻസ് ആയിക്കോട്ടെ. പാട്ട് പാടും. പാട്ട് പാടാം. ഇന്നലെ പാടി. कागज के दो पंख लेके उड़ चला जाए रे, जहाँ नहीं जाना है वही चला आए रे। उम्र का ये ताना बाना समझ न पाए रे, जुबान पे जो मुंह मेरा नमक लगाए रे, कि देखने वाले न जाने न गाए रे। बीच रहा मुंडों का मोटा रे, कागज के दो पंख लेके उड़ चल जाए रे, जहाँ नहीं जाना जाए वही चल आए रे। उम्र का ये ताना बाना समझ न पाए रे, जुबान पे जो मुंह माया नमक लगाए रे, के देखने वाले न जाने न गाए रे। सहारा मुंडों का मोटा रे। താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആർക്കെങ്കിലും കോളേജിൽ ആർക്കും ഒന്നും ചോദിക്കാനില്ല? ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോ. ചിലപ്പോ ഇനി വലിയ ആളായി പോകും. നമ്മളുടെ കയ്യിലൊന്നും നിൽക്കൂല. ആളുടെ ആക്ടിങ് വെച്ചിട്ട് ഇവിടെ ഒന്നും നിൽക്കാനുള്ള ആളെ അല്ല. അപ്പൊ എന്തെങ്കിലും ചോദിക്കാണ്ട് ഇപ്പൊ ചോദിച്ചോ. ആർക്കൊന്നും ചോദിക്കാനില്ല? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ആളിലേക്ക്. പ്രമോദ് മോഹൻ സാർ ഏറ്റവും സ്നേഹത്തോടും സന്തോഷത്തോടും ആദരവോടും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഇപ്പൊ നമ്മൾ പടത്തിന്റെ പ്രൊമോഷൻ ആദ്യം നടക്കുന്ന കോളേജ് എന്നൊക്കെ പറഞ്ഞു. എന്റെ കോളേജ് സ്റ്റേജ് ഡെബ്യൂ ആണ്. സ്വന്തം കോളേജിൽ പോലും ഞാൻ ഇതുവരെ സ്റ്റേജിൽ കയറിയിട്ടില്ല. താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരും കുറെ സീരീസുകളും സിനിമകളും കാണുന്ന ആളുകളായിരിക്കും. ടെക്നിക്കാലിറ്റി ഒക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാം. നമ്മളെ പടം ഒരു കോമഡി ഡ്രാമയാണ്, ഒരു സിറ്റ്കോം സ്വഭാവമാണ്. നിങ്ങളെല്ലാവരും ചില ഇംഗ്ലീഷ് സീരീസുകൾ കാണാറുണ്ടോ, ഫ്രണ്ട്സ് ഒക്കെ പോലുള്ള സീരീസ്. അതായത് ഒരു നായകൻ മാത്രമല്ല, 3-4 പ്രധാന കഥാപാത്രങ്ങളുണ്ട്. ഇപ്പൊ ഇന്ദ്രേട്ടനാണെങ്കിലും ശ്രുതി ആണെങ്കിലും സർജാനോ, വിൻസി, കൂടാതെ വസിഷ്ഠ്, ഇവരുടെ എല്ലാവരുടെ ഒരു ലൈഫ് പോകുന്ന ഒരു 6 മാസകാലമാണ് ഈ സിനിമയിൽ കഥയായിട്ട് വന്നത്. എഴുതിയതുകൊണ്ട് കഥയെക്കുറിച്ച് സംസാരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒരു ഹെൽപ്പ് ചെയ്യണം. മാരിവില്യൻ ഗോപുരങ്ങൾ ടീസർ, മാരിവില്യൻ ഗോപുരങ്ങൾ സോങ്സ് എന്നൊക്കെ അടിച്ചാൽ യൂട്യൂബിൽ സോങ്സും ടീസറും ഒക്കെ കാണാം.
അത് കണ്ടാൽ നമുക്ക് സിനിമ കാണാൻ തീർച്ചയായിട്ടും തോന്നുന്നതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കാണുക, സിനിമ കാണാൻ ശ്രമിക്കുക. ഇത് ഫാമിലി ഫിലിമാണ്, പക്ഷെ ഫാമിലിക്ക് മാത്രം കാണാനുള്ളതൊന്നുമില്ല, യങ്സ്റ്റേഴ്സിനും എല്ലാവർക്കും കാണാവുന്ന സിനിമയുണ്ട്. ടീച്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, കുറച്ച് പ്രഗ്നൻസി, കല്യാണം, ഇത്തരം ടോപ്പിക്സ് ഒക്കെ കാണാം. പക്ഷെ നിങ്ങളെ ഉപദേശിക്കാനുള്ള അങ്ങനെയുള്ള മണ്ഡലത്തിലൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല. ഓരോ കഥാപാത്രങ്ങൾക്ക് ഓരോ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട് ലൈഫിനെ കുറിച്ച്. അത് കാണിക്കുന്നു, അത് എന്തായി മാറുന്നു, അവരുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ് സിനിമ കാണിക്കുന്നത്. വളരെ ഫണ്ണായിട്ട് കാണാവുന്ന, ഹാപ്പി ആയിട്ട് കണ്ടിറങ്ങാവുന്ന, ലൈഫിൽ സന്തോഷവും ഹോപ്പും ഒക്കെ തരുന്ന ഒരു സിനിമയാണ്. എല്ലാവരും കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം മാരിവില്ലിൻ ഗോപുരങ്ങൾ മൂവി ക്രൂ ഇത്രയും സമയം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും ഒരവസരം കൂടെ തരുന്ന എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. അപ്പം ഡാൻസോ ആവട്ടെ, നിങ്ങളുടെ ഡാൻസ് വേണമെന്ന് പറയുന്നുണ്ട്. രണ്ടുപേരുടെ ഞങ്ങൾക്ക് വേണ്ടിട്ട് ഒരു ഡാൻസ് കളിക്കോ? അരുക്കാമൻ എന്തെങ്കിലും വേണമെന്ന് പറയുന്നത് Thank you so much, students. Thank you so much. ഇപ്പം നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ഈസ ഫർഹാൻ ഏറ്റവും മാത്രം വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇഷ്ട വ്യക്തികളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സെൽഫി എടുത്തിട്ട് നമുക്ക് രേഖപ്പെടുത്താം. സിനിമയെ കുറിച്ച് അതിന്റെ അടിയന്തരമായിട്ട് ദീർഘമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ നിർമ്മിക്കുന്നില്ല. ഈ ഒരു കുറച്ച് സമയമാണ് ഉണ്ടെങ്കിലും പക്ഷെങ്കിൽ നമ്മുടെ ആർട്സിൽ വളരെ മനോഹരമായ കുറച്ച് നിമിഷങ്ങൾ നമുക്കൂടി സമ്മാനിച്ചു. മാരിവില്ലിൻ ഗോപുരങ്ങൾ സിനിമയുടെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും കോളേജ് യൂണിയന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇത്രയും വലിയ ഈ അരമണിക്കൂർ വേണ്ടി ഇരുന്ന കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും കോളേജ് യൂണിയന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ആർട്സ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് മാരിവില്ലിൻ ഗോപുരങ്ങൾ ഇവിടെ എത്തിച്ചേർന്നു. ഒരുപാട് സന്തോഷം.